ഇനിയെങ്കിലും ഈ ക്രിയേറ്റേഴ്സിൻ്റെ വാക്ക് കേട്ട് റോങ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്ത് പണി മേടിക്കല്ലേ. നമുക്കെങ്ങനെ ഇത്രയധികം സൺസ്ക്രീനിൽ നിന്ന് നമ്മളുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷൻ തരുന്ന നല്ല സേഫ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നമുക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നല്ലൊരു സൺസ്ക്രീൻ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു സൺസ്ക്രീനിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ബ്രോഡ് സ്പെക്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സണ്ണിൽ നിന്നും വരുന്ന UVA ആൻഡ് UVB റേസിൽ നിന്നുമുള്ള കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നത് എന്നാണ്. അപ്പോൾ അതായിട്ട് SPF 30 to 50+ ഉള്ള സൺസ്ക്രീൻ മാത്രം ചൂസ് ചെയ്യുക. SPF 30ക്ക് താഴെയുള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്തിട്ട് യാതൊരു ഉപയോഗവും ഇല്ല. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ PA റേറ്റിംഗ് PA++ അല്ലെങ്കിൽ PA4+ ഉള്ള സൺസ്ക്രീൻ ആണോ എന്നും ചെക്ക് ചെയ്യുക. PA റേറ്റിംഗ് എന്ന് പറയുന്നത് അത് ആ പ്രൊട്ടക്ഷൻ്റെ മെഷർമെൻ്റ് ആണ് ആ PA റേറ്റിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അത് ഇൻവിവോ ടെസ്റ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഇൻവിവോ ടെസ്റ്റഡ് മീൻസ് ഒരു റിയൽ ഹ്യൂമൻ്റെ മേത്ത് പെരട്ടി അത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് അങ്ങനെയല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള സൺസ്ക്രീനാണ് ഇൻവിവോ ടെസ്റ്റഡ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് സൺസ്ക്രീനുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫിസിക്കൽ സൺസ്ക്രീനും 2 കെമിക്കൽ സൺസ്ക്രീനും. ഫിസിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ അതിൽ ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ് ഫിൽറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ ന്യൂ ഏജ് ഫിൽറ്റേഴ്സ്. സോ ഇവ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് യോജിക്കുന്ന തരത്തിലുള്ള ഫോർമുലേഷനിലുള്ള സൺസ്ക്രീൻ ആണോ എന്ന് ഉറപ്പുവരുത്തണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീമി ആയിട്ടുള്ള നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫോർമുല ആയിരിക്കണം. ഇനി അതുപോലെ ഓയിലി സ്കിൻ ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കണം. ഗ്രീസി ആക്കാത്ത തരത്തിലുള്ള സൺസ്ക്രീൻ ആയിരിക്കണം. പിന്നെ അതിൽ യാതൊരു തരത്തിലുള്ള ആൽക്കഹോൾസോ ഫ്രാഗ്രൻസോ ഒന്നും ഇല്ല എന്നും ഉറപ്പുവരുത്തണം. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല സൺസ്ക്രീൻ എന്ന് പറയുന്നത് കംഫർട്ടബിൾ ഫോർമുലേഷൻ ആയിരിക്കണം, എന്നാൽ നല്ല പ്രൊട്ടക്ഷനും തരുന്നതായിരിക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഒരിക്കലും നമുക്ക് വേണ്ടുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യരുത്. അത് ലാസ്റ്റ് നമുക്ക് നല്ല പണി തരുന്ന ഒന്നാണ്. സോ ഇതെങ്കിലും ശ്രദ്ധിച്ച് സൺസ്ക്രീൻ വാങ്ങിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.